വിഴിഞ്ഞത്തെ ക്രെഡിറ്റ് വിവാദത്തിനിടെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും തുല്യ പ്രാധാന്യം നൽകി സംസ്ഥാന സർക്കാരിന്റെ പുതിയ പത്രപരസ്യം. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇന്നലെ നൽകിയ പരസ്യത്തിൽ സംസ്ഥാനത്തെ അവഗണിച്ചിരുന്നു. നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുള്ള പരസ്യവുമായി ബിജെപിയും രംഗത്തെത്തി. ഇതിനിടെ വിഴിഞ്ഞത്ത് പോസ്റ്റർ യുദ്ധവുമായി കോൺഗ്രസും സിപിഎമ്മും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ച് കോൺഗ്രസ് വിഴിഞ്ഞത്ത് പോസ്റ്റർ പതിപ്പിച്ചു. സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് സിപിഎമ്മും ഇന്നലെ ബോർഡ് സ്ഥാപിച്ചു. വിവാദങ്ങൾക്കിടെ തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തും. നാളെ രാവിലെ 11 മണിക്കാണ് വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ്. KR സാജു വിരളുമായി ചേരുന്നു. സാജു, വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു മേജർ പോർട്ടാണ്. അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒന്നാണ്, കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഒന്നാണ്. പക്ഷേ ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാർ സംസ്ഥാനം തന്നെയാണ്. വിഴിഞ്ഞം പോർട്ട് കമ്പനിയും സംസ്ഥാന സർക്കാരിന് കീഴിലാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കരാർ ഒപ്പിട്ട് പിണറായി വിജയൻ സർക്കാർ പൂർത്തീകരിച്ച ഒരു പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള പോരാട്ടം എങ്ങനെ തുടരുന്നു? അജിംസെ, നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ പൊൻകുഞ്ഞ് ആരുടേതാണ് എന്ന കാര്യത്തിൽ അത് തൻ്റേതാക്കി മാറ്റാനുള്ള ഓരോരുത്തരുടെയും നെട്ടോട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വിവിധ രീതികളിലൂടെ വരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഇന്നലെ കേന്ദ്ര സർക്കാർ ഒരു പരസ്യം നൽകുന്നു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ, തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പരസ്യമായിരുന്നു. ആ പരസ്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പങ്കാളിത്തത്തെക്കുറിച്ച്, ഈ പദ്ധതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാർ ആണെന്നിരിക്കെ ആ പങ്കാളിത്തത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ലാതെ പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പരസ്യമായിരുന്നു നൽകിയത്. വികസിത് ഭാരതത്തിൻ്റെ ഭാഗമായി വരുന്നു എന്ന നിലയിലാണ് അവതരിപ്പിച്ചിരുന്നത്. അതിനകത്ത് കൊടുത്തിരുന്ന കണക്ക് പോലും, തുറമുഖത്തിനായി ചെലവഴിച്ച കണക്കുകൾ പോലും തെറ്റായിരുന്നു എന്ന വസ്തുതയും അവിടെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ശരിയല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. പരസ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെതായ പരസ്യം ദേശീയ പ്രാദേശിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള പരസ്യമാണ് വന്നിരിക്കുന്നത്. നവകേരളത്തിൻ്റെ ഒരു പുതുപ്പാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ് ആ പരസ്യമെങ്കിലും തുല്യ പരിഗണന അതിനകത്ത് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എന്നുള്ളതാണ് വസ്തുത. അതിനോടൊപ്പം തന്നെ BJP സംസ്ഥാന ഘടകത്തിൻ്റെതായ ഒരു പരസ്യവും ഇന്ന് മാധ്യമങ്ങളിൽ പൂർണ്ണ പേജിൽ വന്നിട്ടുണ്ട്. അതിനകത്തുള്ളത് മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പരസ്യമാണ്. മറ്റൊരു ഭാഗത്ത് നമ്മൾ ഇനി വിഴിഞ്ഞത്തേക്ക് പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞത്തും ഈ അവകാശവാദങ്ങൾ ഏറ്റെടുക്കാനുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇന്നലെ CPM-ന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിശ്ചയദാർഢ്യം എന്ന നിലയിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. അവിടെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മറുപടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഉമ്മൻചാണ്ടി സാറിന് നന്ദി എന്ന തലക്കെട്ടിലുള്ള പോസ്റ്ററുകളാണ് വിവിധ സ്ഥലങ്ങളിലായി വന്നിരിക്കുന്നത്. അതിനകത്തും ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെയാണ് ഈ കേരളം ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് വന്നിരിക്കുന്നത്. CPM-ന്റെ ബോർഡിന് പുറമെ സർക്കാരിൻ്റെ നേട്ടമായി കാണിച്ചുകൊണ്ട് CPI-യുടെ ബോർഡുകളും ഇന്നവിടെ വന്നിട്ടുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഇത് ഉമ്മൻചാണ്ടിയുടെ മാത്രം പദ്ധതി, അങ്ങനെ ഉമ്മൻചാണ്ടിയെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ മണ്ഡലം അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനവും KPCC നേതൃത്വം എടുത്തിട്ടുണ്ട്. അജിത്, സാജു, ഈ പ്രധാനമന്ത്രി എപ്പോഴാണ് എത്തുക? അജിംസ, പ്രധാനമന്ത്രി ഇന്ന് രാത്രിയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന, പ്രത്യേക വിമാനത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി അതിനുശേഷം ഇന്ന് രാജ്ഭവനിലായിരിക്കും വിശ്രമിക്കുക. നാളെ രാവിലെ 11 മണിയോടുകൂടി ഹെലിപ്പാഡിൽ നിന്നും, മിക്കവാറും പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഹെലിപ്പാഡിൽ നിന്നായിരിക്കും അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് ഹെലികോപ്റ്റർ മാർഗം പോകുക. വിഴിഞ്ഞത്ത് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. 1 മണിക്കൂറാണ് പ്രധാനമന്ത്രി അവിടെ ചെലവഴിക്കുക. ആ പരിപാടി ആകെ 1 മണിക്കൂർ എന്ന നിലയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗം നിർവഹിക്കും. സ്വാഭാവികമായും അതിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് കേരളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാക്കേജുകളും മറ്റും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് കേന്ദ്ര ബജറ്റിലടക്കം ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല വിഴിഞ്ഞത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാൻഡായി നൽകണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യവും
കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അത് വായ്പയായി നൽകാം എന്ന നിലപാടാണ് എടുത്തത്. അങ്ങനെ വായ്പയായി വാങ്ങാനുള്ള അനുമതി പത്രത്തിലാണ് ഇപ്പോൾ കേരളം ഒപ്പുവെച്ചത്. അത് സംബന്ധിച്ച് ഇളവ് വേണമെന്ന ആവശ്യം വീണ്ടും സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് കേരളത്തിന് പോസിറ്റീവായ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് സംസ്ഥാന സർക്കാരും കാത്തിരിക്കുന്നത്. വേദിയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ 4 മന്ത്രിമാർക്കുമാണ് ഇരിപ്പിടമുള്ളത്. അത് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രി കൂടിയായ GR അനിൽ, ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ എന്നിവരാണ് വേദിയിൽ ഉണ്ടാവുക. അതിൽ വി ശിവൻകുട്ടി മിക്കവാറും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് NCERT-യുമായി ബന്ധപ്പെട്ട മറ്റൊരു മീറ്റിംഗിൽ ഡൽഹിയിൽ അതേ ദിവസം തന്നെ പങ്കെടുക്കേണ്ടതുണ്ട്. മറ്റ് 2 MP-മാർ ശശി തരൂരിനും അടൂർ പ്രകാശിനും സ്ഥലം MLA M വിൻസെന്റിനും വേദിയിലേക്ക് ക്ഷണമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ച അന്തിമമായ ആരൊക്കെ സംസാരിക്കണം എന്ന കാര്യത്തിലെ തീരുമാനം എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ക്ഷണിച്ച രീതിയിലുള്ള വിയോജിപ്പ് കൊണ്ട് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. നാളെ UDF-ന്റെ യോഗം കോഴിക്കോട് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായി അദ്ദേഹം പോവുകയും ചെയ്യും. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തില്ല, ആലുവയിൽ. അന്താരാഷ്ട്ര തുറമുഖം നാളെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും.